നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് +1 തുല്യതാ പഠിതാക്കൾക്കായി 2025 ജൂലൈയിൽ നടന്ന പൊതുപരീക്ഷയുടെ ഹിസ്റ്ററി ചോദ്യപേപ്പർ വിശകലനമാണ്. മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകളും അക്ഷരകൈരളി മാതൃകാ ചോദ്യപേപ്പറുകളും ഉടൻ തന്നെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുവാനാണ്. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. എ കോളത്തിൽ ആസ്ട്രലോപിത്തക്കേസ്, ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ട്സ്, ഹോമോ സാപ്പിയൻസ്. ബി കോളത്തിൽ വിവേകിയായ മനുഷ്യൻ, നിവർന്നു നടക്കുന്നവൻ, ദക്ഷിണദേശത്തെ വാനരൻ, ഉപകരണ നിർമ്മാതാവ്. ഇനി ഇതൊന്നു ചേരുംപടി ചേർക്കാം. ആസ്ട്രലോപിത്തക്കേസ് ദക്ഷിണദേശത്തെ വാനരൻ. ആസ്ട്രലോപിത്തക്കേസ് ദക്ഷിണദേശത്തെ വാനരൻ. ഹോമോ ഹബിലിസ് ഉപകരണ നിർമ്മാതാവ്. ഹോമോ ഹബിലിസ് ഉപകരണ നിർമ്മാതാവ്. ഹോമോ ഇറക്ട്സ് നിവർന്നു നടക്കുന്നയാൾ. ഹോമോ ഇറക്ട്സ് നിവർന്നു നടക്കുന്നയാൾ. ഹോമോ സാപ്പിയൻസ് വിവേകിയായ മനുഷ്യൻ. ഹോമോ സാപ്പിയൻസ് വിവേകിയായ മനുഷ്യൻ. ഈ ക്രമത്തിൽ വേണം ഇത് എഴുതാൻ. രണ്ടാമത്തെ ചോദ്യം പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ച വ്യക്തി. പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ച വ്യക്തി. ഓപ്ഷൻസ്: ഡയോക്ലീഷ്യൻ, ടാസിറ്റസ്, അഗസ്റ്റസ് സീസർ, കോൺസ്റ്റന്റൈൻ. ആൻസർ: അഗസ്റ്റസ് സീസർ. ആൻസർ: അഗസ്റ്റസ് സീസർ. അഗസ്റ്റസ് സീസർ ആണ് റോമിൽ റിപ്പബ്ലിക്കൻ ഭരണം അവസാനിപ്പിച്ച പ്രിൻസിപ്പേറ്റ് ഭരണത്തിന് തുടക്കം കുറിച്ചത്. ഇത് റോമ സാമ്രാജ്യം എന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ക്വിച്ചുവ ഭാഷ ഉപയോഗിച്ചതാര്? താഴെ തന്നിരിക്കുന്നതിൽ ക്വിച്ചുവ ഭാഷ ഉപയോഗിച്ചതാര്? ഓപ്ഷൻസ്: മായന്മാർ, ഇൻകന്മാർ, ആസ്റ്റക്കുകൾ, ആരവാക്യന്മാർ. ആൻസർ: ഇൻകകൾ അഥവാ ഇൻകന്മാർ. ആൻസർ: ഇൻകകൾ അഥവാ ഇൻകന്മാർ. പേജ് നമ്പർ 91 അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന 7ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അതിലെ ആസ്റ്റക് സംസ്കാരം, മായൻ സംസ്കാരം, ഇൻക സംസ്കാരം എന്നിവ നന്നായി പഠിക്കുക. അതിൽ നിന്നും തീർച്ചയായും ഒരു ചോദ്യം ഉണ്ടാകും. അടുത്തത് 4ാമത്തെ ചോദ്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ഓപ്ഷൻസ്: ചൈനക്കാർ, ഫ്രഞ്ചുകാർ, അമേരിക്കക്കാർ, ഇംഗ്ലീഷുകാർ. ആൻസർ: അമേരിക്കക്കാർ. ആൻസർ: അമേരിക്കക്കാർ. ഈ ചോദ്യവും 7ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. പേജ് നമ്പർ 96 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന ഭാഗം നോക്കുക. 5ാമത്തെ ചോദ്യം 1964 ഒളിമ്പിക്സിന് ആതിഥ്യമരുളിയത് ആരാണ്? 1964 ഒളിമ്പിക്സിന് ആതിഥ്യമരുളിയത് ആരാണ്? ഓപ്ഷൻസ്: USA, ജപ്പാൻ, ചൈന, USSR. ആൻസർ: ജപ്പാൻ. ആൻസർ: ജപ്പാൻ. ഇത് ആധുനികതയിലേക്ക് എന്ന 9ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. 1964 ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾ ജപ്പാന്റെ സാങ്കേതിക വ്യാവസായിക പുരോഗതിക്ക് ആക്കം കൂട്ടി. 6ാമത്തെ ചോദ്യം ചുവടെ തന്നിട്ടുള്ളവയെ കാലഗണനയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്തുക. ചുവടെ തന്നിട്ടുള്ളവയെ കാലഗണനയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്തുക. തന്നിരിക്കുന്നത് റഷ്യൻ വിപ്ലവം, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപനം, മെയ്ജി പുനഃസ്ഥാപനം, ലോങ് മാർച്ച്. ഇനി ഇതൊന്നു കാലഗണനാക്രമത്തിൽ എഴുതാം. 1 മെയ്ജി പുനഃസ്ഥാപനം 1868. മെയ്ജി പുനഃസ്ഥാപനം 1868. 2 റഷ്യൻ വിപ്ലവം 1917. റഷ്യൻ വിപ്ലവം 1917. 3 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപനം 1921. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപനം 1921. 4 ലോങ് മാർച്ച് 1934. ലോങ് മാർച്ച് 1934. ഈ ക്രമത്തിൽ വേണം ഇത് എഴുതാൻ. അടുത്തത് 7ാമത്തെ ചോദ്യം തന്നിട്ടുള്ള ലോകത്തിന്റെ രൂപരേഖയിൽ ചുവടെ നൽകിയിട്ടുള്ള സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുക.
തന്നിട്ടുള്ള ലോകത്തിന്റെ രൂപരേഖയിൽ ചുവടെ നൽകിയിട്ടുള്ള സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുക. തന്നിരിക്കുന്ന സ്ഥലങ്ങൾ മക്ക, മദീന, ബാഗ്ദാദ്, ഡമാസ്കസ്. പേജ് നമ്പർ 35 മധ്യ പൗരസ്ത്യ ദേശത്തെ ഇസ്ലാം എന്ന ചാപ്റ്റർ നോക്കി സ്ഥലങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുക. അടുത്തത് 8 മുതൽ 15 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. 8ാമത്തെ ചോദ്യം, ആദിമ മനുഷ്യർ ഭക്ഷണം കണ്ടെത്തിയത് എങ്ങനെ? ആദിമ മനുഷ്യർ ഭക്ഷണം കണ്ടെത്തിയത് എങ്ങനെ? പേജ് നമ്പർ 11 നോക്കുക. വേട്ടയാടിയും ചത്ത ജീവികളുടെ മാംസമെടുത്തും മത്സ്യബന്ധനം നടത്തിയുമാണ് ആദിമ മനുഷ്യർ ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. വേട്ടയാടിയും ചത്ത ജീവികളുടെ മാംസമെടുത്തും മത്സ്യബന്ധനം നടത്തിയുമാണ് ആദിമ മനുഷ്യൻ ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. 9ാമത്തെ ചോദ്യം, റോമിലെ അടിമത്തവുമായി ബന്ധപ്പെട്ട 2 ആശയങ്ങൾ എഴുതുക. റോമിലെ അടിമത്തവുമായി ബന്ധപ്പെട്ട 2 ആശയങ്ങൾ എഴുതുക. പേജ് നമ്പർ 28. റോമ സാമ്രാജ്യത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു സമ്പ്രദായമായിരുന്നു അടിമത്തം. റോമ സാമ്രാജ്യത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു സമ്പ്രദായമായിരുന്നു അടിമത്തം. അടിമകളെ പണം നൽകി കമ്പോളങ്ങളിൽ നിന്ന് വാങ്ങുകയും വിൽക്കുകയും അവരെ കൊണ്ട് എല്ലുമുറിയെ പണിയെടുപ്പിക്കുകയും ചെയ്തിരുന്നു. അടിമകളെ പണം നൽകി കമ്പോളങ്ങളിൽ നിന്ന് വാങ്ങുകയും വിൽക്കുകയും അവരെ കൊണ്ട് എല്ലുമുറിയെ പണിയെടുപ്പിക്കുകയും ചെയ്തിരുന്നു. ഇറ്റലിയുടെ 7.5 ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ 3 ദശലക്ഷം അടിമകളായിരുന്നു. ഇറ്റലിയുടെ 7.5 ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ 3 ദശലക്ഷം അടിമകളായിരുന്നു. റോമിലെ ഉപരിവർഗം വളരെ ക്രൂരമായാണ് അടിമകളോട് പെരുമാറിയിരുന്നത്. റോമിലെ ഉപരിവർഗം വളരെ ക്രൂരമായാണ് അടിമകളോട് പെരുമാറിയിരുന്നത്. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു 2 പോയിന്റ് എഴുതുക. കൂടുതൽ മാർക്കിന്റെ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഉത്തരം എഴുതുക. അടുത്തത് 10ാമത്തെ ചോദ്യം, അബ്ദുൽ മാലിക്കിന്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്തെല്ലാം? അബ്ദുൽ മാലിക്കിന്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്തെല്ലാം? പേജ് നമ്പർ 41. അബ്ദുൽ മാലിക്കിന്റെ ഭരണ പരിഷ്കാരങ്ങൾ നോക്കാം. 1, അറബി ഭരണഭാഷയാക്കി. അറബി ഭരണഭാഷയാക്കി. ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചു. ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചു. അടുത്തത് 11ാമത്തെ ചോദ്യം, എന്തായിരുന്നു കുരിശി യുദ്ധങ്ങൾ? എന്തായിരുന്നു കുരിശി യുദ്ധങ്ങൾ? പേജ് നമ്പർ 45. 11 മുതൽ 13 വരെയുള്ള നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലെ ക്രൈസ്തവരും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ നിരന്തരം സംഘർഷങ്ങൾ ഏർപ്പെട്ടിരുന്നു. ഈ സംഘർഷങ്ങൾ കുരിശി യുദ്ധം എന്നറിയപ്പെട്ടു. 11 മുതൽ 13 വരെയുള്ള നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലെ ക്രൈസ്തവരും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഈ സംഘർഷങ്ങൾ കുരിശി യുദ്ധം എന്നറിയപ്പെട്ടു. 12ാമത്തെ ചോദ്യം, കോപ്പർനിക്കസിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. കോപ്പർനിക്കസിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. പേജ് നമ്പർ 84. നവോത്ഥാന ശാസ്ത്രത്തിന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് നിക്കോളാസ് കോപ്പർനിക്കസ്. ഈ സംഭാവനകളെ പൊതുവെ കോപ്പർനിക്കസ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഭൂമിയല്ല, സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്നും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റിയാണ് സഞ്ചരിക്കുന്നതെന്നും അദ്ദേഹം വാദിച്ചു. അതാണ് ഹീലിയോസെൻട്രിക് തിയറി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് ദ റെവല്യൂഷൻ ഓഫ് ഹെവൻലി ബോഡീസ് അഥവാ ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം. 13ാമത്തെ ചോദ്യം, ആരായിരുന്നു ഇൻകന്മാർ? ആരായിരുന്നു ഇൻകന്മാർ അഥവാ ഇൻകകൾ? പേജ് നമ്പർ 92. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകളിൽ ജീവിച്ചിരുന്ന ഒരു പുരാതന ജനവിഭാഗമായിരുന്നു ഇൻകന്മാർ അഥവാ ഇൻകകൾ. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വത നിരകളിൽ ജീവിച്ചിരുന്ന ഒരു പുരാതന ജനവിഭാഗമായിരുന്നു ഇൻകന്മാർ അഥവാ ഇൻകകൾ. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വ്യാപകമായ സംസ്കാരം ഇൻകകളുടേതായിരുന്നു. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വ്യാപകമായ സംസ്കാരം ഇൻകകളുടേതായിരുന്നു. പെറുവിലായിരുന്നു അവരുടെ കേന്ദ്രം. പെറുവിലായിരുന്നു അവരുടെ കേന്ദ്രം. 12ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇൻക സംസ്കാരം വികസിച്ചു വന്നത്. 12ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇൻക സംസ്കാരം വികസിച്ചു വന്നത്. മികച്ച ഭരണ സംവിധാനം, കൃഷി, റോഡ് നിർമ്മാണം എന്നിവയിൽ അവർ പ്രശസ്തരായിരുന്നു. മികച്ച ഭരണ സംവിധാനം, കൃഷി, റോഡ് നിർമ്മാണം എന്നിവയിൽ അവർ പ്രശസ്തരായിരുന്നു. ചോളം, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്നു. ചോളം, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്നു. ക്യൂബ് എന്ന കണക്കുകൂട്ടൽ സമ്പ്രദായം നിലനിന്നിരുന്നു. ക്യൂബ് എന്ന കണക്കുകൂട്ടൽ സമ്പ്രദായം നിലനിന്നിരുന്നു.
സ്കോർ നോക്കി ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം എഴുതുക. അടുത്തത് 14ാമത്തെ ചോദ്യം. ബ്രിട്ടീഷുകാരുടെ അമേരിക്കയിലെ ഏതെങ്കിലും 2 കോളനികളുടെ പേരെഴുതുക. ബ്രിട്ടീഷുകാരുടെ അമേരിക്കയിലെ ഏതെങ്കിലും 2 കോളനികളുടെ പേരെഴുതുക. പേജ് നമ്പർ 96 നോക്കുക. അതിൽ ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ഫിലാഡൽഫിയ തുടങ്ങി ബ്രിട്ടീഷുകാരുടെ അമേരിക്കയിലെ 13 കോളനികളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നും ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഇനി ഈ ഭാഗത്തു നിന്നും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ചോദിച്ചാൽ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് 13 ബ്രിട്ടീഷ് കോളനികളാണ് ഉണ്ടായിരുന്നത്. ഈ 13 കോളനികൾ 18ാം നൂറ്റാണ്ടിൽ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സമരമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി മനസ്സിലാക്കുക. ചിലപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. 15ാമത്തെ ചോദ്യം. മാത്യു പെറി ജപ്പാനിൽ എത്തിച്ചേർന്നതിന്റെ ഫലങ്ങൾ എന്തായിരുന്നു? മാത്യു പെറി ജപ്പാനിൽ എത്തിച്ചേർന്നതിന്റെ ഫലങ്ങൾ എന്തായിരുന്നു? പേജ് നമ്പർ 114. 1853 അമേരിക്ക മാത്യു പെറിയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ജപ്പാനിലേക്ക് അയക്കുകയും ഒരു സന്ധിയിൽ ഏർപ്പെടുകയും ചെയ്തു. അതിന് പ്രകാരം 2 തുറമുഖങ്ങൾ ജപ്പാൻ അമേരിക്കയ്ക്കായി തുറന്നുകൊടുത്തു. 1868 നടന്ന ശക്തമായ പ്രക്ഷോഭത്തിൽ നിലവിലുള്ള പട്ടാള ഭരണാധികാരികളായ ഷോഗന്മാരെ പുറത്താക്കി മെയ്ജി ചക്രവർത്തിയുടെ ഭരണം പുനഃസ്ഥാപിച്ചു. ടോക്കിയോ രാജ്യത്തിന്റെ തലസ്ഥാനമായി മാറി. അടുത്തത് 16 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 3 സ്കോർ വീതമാണ്. 16ാമത്തെ ചോദ്യം. കലയിലും വാസ്തുശില്പകലയിലും നവോത്ഥാനം ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ രേഖപ്പെടുത്തുക. കലയിലും വാസ്തുശില്പകലയിലും നവോത്ഥാനം ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ രേഖപ്പെടുത്തുക. നവോത്ഥാനം എന്ന 6ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. നവോത്ഥാന കലയുടെ മുഖ്യ സവിശേഷത റിയലിസം ആയിരുന്നു. നവോത്ഥാന കാലത്ത് കലയിലും വാസ്തുശില്പകലയിലും ചില പരിവർത്തനങ്ങൾ രൂപം കൊണ്ടു. അതിൽ പ്രധാനമാണ് റിയലിസം. ആധ്യാത്മിക വിഷയങ്ങൾ പോലെ തന്നെ മതേതര വിഷയങ്ങളും കലയിൽ പ്രതിപാദിക്കപ്പെട്ടു. യഥാർത്ഥമായ പുതിയ കലാശൈലികൾ രൂപം കൊണ്ടു. ഇക്കാലത്തെ കലാകാരന്മാരിൽ പ്രധാനിയായിരുന്നു ഫ്ലോറൻസിലെ ശില്പിയായ ഡൊണോട്ടല്ലോ. നവോത്ഥാന കലകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ചിത്രകലയായിരുന്നു. ലിയാനർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റാഫേൽ എന്നിവർ പ്രശസ്തരായ ഇറ്റാലിയൻ ചിത്രകാരന്മാരായിരുന്നു. ഡാവിഞ്ചിയുടെ മൊണോലിസയും അന്ത്യ അത്താഴവും മൈക്കൽ ആഞ്ചലോയുടെ അന്ത്യവിധിയും വിശ്വോത്തര കലാസൃഷ്ടികളാണ്. വാസ്തുശില്പരംഗത്തും നവോത്ഥാനം ചില മാറ്റങ്ങൾ സൃഷ്ടിച്ചു. മൈക്കൽ ആഞ്ചലോയുടെയും റാഫേലിന്റെയും മേൽനോട്ടത്തിൽ നിർമ്മിച്ച റോമിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയം നവോത്ഥാന വാസ്തുശില്പകലയ്ക്ക് ഉദാഹരണമാണ്. നവോത്ഥാന ശില്പികളിലെ മറ്റൊരു പ്രധാനി ഫിലിപ്പോ ബ്രൂണലേഷിയാണ്. ഇറ്റാലിയൻ കത്തീഡ്രൽ രൂപകൽപ്പന ചെയ്തത് അദ്ദേഹമാണ്. 17ാമത്തെ ചോദ്യം. 1ാം ലോക യുദ്ധത്തിന്റെ ഏതെങ്കിലും 3 ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുക. 1ാം ലോക യുദ്ധത്തിന്റെ ഏതെങ്കിലും 3 ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുക. പേജ് നമ്പർ 124 നോക്കുക. 1914 മുതൽ 1918 വരെ യൂറോപ്പിനെ കേന്ദ്രമാക്കി 4 വർഷം നീണ്ടുനിന്ന അതിഭീകരമായ മഹായുദ്ധമാണ് 1ാം ലോക മഹായുദ്ധം. യുദ്ധത്തിന്റെ ഫലങ്ങൾ നോക്കാം. പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും രാജവാഴ്ചയുടെ അന്ത്യം കുറിക്കുന്നതിന് 1ാം ലോക യുദ്ധം കാരണമായി. യുദ്ധാനന്തരം കോളനി വിരുദ്ധ സമരങ്ങൾ പല രാജ്യങ്ങളിലും ആവിർഭവിച്ചു. 1ാം ലോക യുദ്ധത്തിന്റെ ഫലമായിരുന്നു 1917 റഷ്യൻ വിപ്ലവം. ജർമ്മനി, ആസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ തകർന്നു. നിരവധി സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു. യൂറോപ്പ് ദേശീയതയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടു. സർവരാഷ്ട്ര സഖ്യത്തിന്റെ രൂപീകരണം. ഇവയെല്ലാം 1ാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങളാണ്. ഇതിൽ നിന്നും ഏതെങ്കിലും 3 പോയിന്റുകൾ എഴുതുക. അടുത്തത് 18ാമത്തെ ചോദ്യം. യൂറോപ്പിൽ 3ാം നൂറ്റാണ്ടിലുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? യൂറോപ്പിൽ 3ാം നൂറ്റാണ്ടിലുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഇറാനിൽ അധികാരത്തിൽ വന്ന സസാനിയൻ രാജവംശം റോമ സാമ്രാജ്യത്തിന് ഭീഷണിയായി. ഇറാനിൽ അധികാരത്തിൽ വന്ന സസാനിയൻ രാജവംശം റോമ സാമ്രാജ്യത്തിന് ഭീഷണിയായി. ഇറാനിയൻ സൈന്യം 60,000 വരുന്ന റോമൻ സൈന്യത്തെ നശിപ്പിച്ചതായും ആന്റിയോക്ക് നഗരം പിടിച്ചെടുത്തതായും ഇറാൻ ഭരണാധികാരിയായ ഷെബൂർ ഒന്നാമൻ അവകാശപ്പെടുന്നുണ്ട്. ജർമാനിക് വിഭാഗത്തിൽപ്പെട്ട ഗോത്ര ജനത റൈൻ ഡാന്യൂബ് അതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറി. AD 233 മുതൽ 280 വരെയുള്ള കാലഘട്ടത്തിൽ നിരന്തരം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു.
ബാർബേറിയന്മാരുടെ ആക്രമണമുണ്ടായി. ഡാന്യൂബ് നദിക്കപ്പുറമുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും റോമാക്കാർ ഉപേക്ഷിച്ചു. 47 വർഷത്തിനുള്ളിൽ 25 ചക്രവർത്തിമാർ മാറി മാറി സിംഹാസനത്തിലെത്തി. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു 3 പോയിന്റ് എഴുതുക. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളും അക്ഷരകൈരളി മാതൃകാ ചോദ്യപേപ്പർ വിശകലനവുമെല്ലാം ഉടൻ തന്നെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.